നമസ്കാരം. ശനിദോഷമുള്ളവരും ശനിയെ ഭയക്കുന്നവരും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശനിയുടെ അധിപൻ അയ്യപ്പസ്വാമിയാണ്. ശിവഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവസ്വരൂപമാണ് ശനി ഭഗവാൻ. സൂര്യദേവന്റെ പുത്രനായ ശനി ഭഗവാന്റെ ആധികാരിക സ്വഭാവങ്ങൾ ദൃഢതയും സത്യസന്ധതയുമാണ്. കറുപ്പ്, നീല തുടങ്ങിയവയാണ് ഭഗവാന്റെ ഇഷ്ടനിറങ്ങൾ. ചതി, വഞ്ചന, കള്ളത്തരം തുടങ്ങിയവ ഉള്ളിടങ്ങളിൽ ശനി ഉപദ്രവകാരിയാകുന്നു. നീചമായ ചിന്തകളുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചവർക്കോ ശനിദശാകാലങ്ങളിൽ പേരുദോഷം, അപവാദം, മാനഹാനി, ധനനഷ്ടം, സ്ഥാനഭ്രംശം, അലച്ചിൽ തുടങ്ങി ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ശനിദശാകാലം കണ്ടകശനി, ഏഴരശനി എന്നിവ ഉള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അന്നദാനം നടത്തുക, മറ്റുള്ളവരോട് നല്ലത് മാത്രം സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ശനിയുടെ ദോഷഫലങ്ങൾ ഉണ്ടാകില്ല. പെട്ടെന്നുള്ള ദേഷ്യം, പരദൂഷണം, കള്ളത്തരം, ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ദോഷഫലങ്ങൾ അധികരിക്കുന്നു. അതുകൊണ്ട് ശനിയുടെ സമയത്ത് നല്ലത് മാത്രം ചെയ്യുക. അതുപോലെ ശനിയുടെ സമയത്ത് മടി, അലസത എന്നിവ ഉണ്ടാകുകയും തൽഫലമായി കാര്യങ്ങൾക്ക് മുടക്കങ്ങൾ സംഭവിക്കുകയുമൊക്കെ ചെയ്യാം. എന്നാൽ ചിട്ടയോടെ കൃത്യമായുള്ള പ്രാർത്ഥനയും ജീവിതചര്യയും കൊണ്ട് ഈ ഫലങ്ങൾ മറികടക്കാം. ശനിദോഷങ്ങൾ മാറുന്നതിനായി അയ്യപ്പസ്വാമിയെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുക. നീരാഞ്ജനം, എള്ളുപായസം എന്നീ വഴിപാടുകൾ നടത്തുക. അതല്ല എങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവനെ ഭജിക്കുക. ശിവന് നീലപ്പട്ട് സമർപ്പിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിക്ക് അർച്ചന കഴിപ്പിക്കുക. എള്ളുതിരി കത്തിക്കുക. ഇതുകൂടാതെ ശനി മന്ത്രങ്ങൾ ജപിക്കുക. ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും നല്ലതാണ്. ചിട്ടയായ പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ മറ്റു ദശാകാലങ്ങളേക്കാൾ ഗുണകരമായ ഫലങ്ങൾ ശനി നൽകുന്നു. ശനി അനുകൂലമായി നിന്നാൽ സർവഭാഗ്യങ്ങളും ലഭിക്കുന്നു എന്നാണ്. എന്നാൽ തെറ്റായ രീതി പിന്തുടർന്നാൽ ശിക്ഷയായി 4 ഇരട്ടി ദോഷമാകും ഉണ്ടാകുക. ആയതിനാൽ ശ്രദ്ധയോടും സൽചിന്തകളോടും പ്രാർത്ഥനയോടും കൂടി നോക്കിയാൽ ശനിയെ ഭയക്കേണ്ടതില്ല എന്നർത്ഥം.